ഈ പെൺകുട്ടി പുരാതന കാലത്ത് ഒരു മൊബൈൽ ഫോൺ പുറത്തെടുക്കുന്നു. ഇത് രാജാവിനെ വളരെയധികം ഭയപ്പെടുത്തുന്നു. ഇത് കണ്ട പെൺകുട്ടിയാവട്ടെ കൂടുതൽ അഹംഭാവം കാണിക്കുന്നു. പിന്നീട് പെൺകുട്ടി അവളുടെ സ്കൂൾ ബാഗ് തുറന്നു. അത് നിറയും ലഘുഭക്ഷണങ്ങളായിരുന്നു. പെൺകുട്ടി അതിൽ നിന്നൊരു പാക്കറ്റ് പൊട്ടിച്ച് എരിവുള്ള ഒരു സ്ട്രിപ്പ് രാജാവിന് കൊടുക്കുന്നു. രാജാവ് അത് കഴിച്ചു നോക്കുന്നതിന് പകരം തന്റെ ഭടനോട് അത് കഴിച്ചു നോക്കാൻ പറയുന്നു. ഭടൻ ആദ്യം അത് കഴിക്കാൻ മടിച്ചെങ്കിലും പിന്നീട് ഒരെണ്ണം കഴിച്ചു നോക്കുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, അയാൾക്ക് അതിന്റെ രുചി വളരെയധികം ഇഷ്ടപ്പെടുന്നു. അയാളുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ രാജാവ് അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കുന്നു. തൊട്ടു പിന്നാലെ പെൺകുട്ടി ഒരു കുപ്പി കോള തുറക്കുന്നു. രാജാവും അത് കഴിക്കാൻ ആഗ്രഹിച്ചു. അടുത്തിരുന്ന് ഭടനും ആവട്ടെ അത് കുടിക്കാൻ ആഗ്രഹം തോന്നുന്നു. പക്ഷേ പിശുക്കനായ രാജാവ് അവനെ നിരസിച്ചു. അടുത്ത നിമിഷം രാജാവ് ഭടനെ മുറുക്കി വെളിയിലാക്കുന്നു. എന്നിരുന്നാലും അടുത്ത ദിവസം രാജാവ് പെൺകുട്ടിയോടൊപ്പം ഭക്ഷണം കഴിച്ചു. എന്നാൽ എരിവുള്ള സ്ട്രൈപ്പുകൾ കഴിച്ചത് കാരണം രാജകീയ അടുക്കളയിൽ ഉണ്ടാക്കിയ വിഭവങ്ങൾ കഴിക്കാൻ അയാൾക്ക് താല്പര്യമില്ലായിരുന്നു. രാജാവ് എന്താണ് ചിന്തിക്കുന്നതെന്ന് പെൺകുട്ടിക്ക് മനസ്സിലാവുന്നു. അവൾ വിചിത്രമായ ഒരു പാറ്റേൺ മേശമേൽ വരയ്ക്കുന്നു. ഇത് കണ്ട പരിചാരകരാവട്ടെ അത് ചെയ്യാൻ തിടുക്കപ്പെടുന്നു. അടുത്ത നിമിഷം പെൺകുട്ടിക്ക് ഒരു പാത്രം നിറയെ ചൂടുള്ള ഭക്ഷണം ലഭിക്കുന്നു. ഇത് കണ്ടപ്പോൾ പെൺകുട്ടിക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവൾ ഉടൻ തന്നെ 2 ചോപ്സ്റ്റിക്കുകൾ ഉപയോഗിച്ച് അതിലെ മാംസം എടുത്ത് കഴിച്ചു നോക്കുന്നു. പെൺകുട്ടി പലതരം ഡിപ്പിംഗ് സോസുകളും തയ്യാറാക്കിയിരുന്നു. ഇത് പെട്ടെന്ന് തന്നെ രാജാവിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. രാജാവ് ഒരു മടിയും കൂടാതെ ഒരു മാംസ കഷ്ണം എടുത്ത് കഴിച്ചു നോക്കുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, അതിന്റെ രുചി രാജാവിന്റെ മനസ്സ് കീഴടക്കുന്നു.